ഇന്ത്യക്ക് ഇത് ചരിത്ര നേട്ടമാണ്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ യാതൊരുവിധ വികസനവുമില്ലായിരുന്നു. അവിടെ വികസനം ഉണ്ടാകാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ചൈനയ്ക്ക് അവിടെ ബോംബിടാൻ എളുപ്പമായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസ് നടപ്പിലാക്കിയത്. അതേസമയം യാതൊരു വികസനവുമില്ലാതെ ഒരു രാജ്യത്തിൻ്റെ വെറും ഒരു രണ്ടാംകിട പൗരന്മാരായിട്ടാണോ ഞങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കിടക്കുന്ന ഒരു ജനത ഈ രാജ്യം ഞങ്ങളുടെ രാജ്യമല്ല എന്ന് തെറ്റിദ്ധരിച്ചു പോയാൽ അവരെ കുറ്റം പറയാൻ സാധിക്കുമോ? അതായത് ഒരു വികസന പ്രവർത്തനങ്ങളും വടക്ക് കിഴക്കിലേക്ക് എത്തുന്നില്ല. അവർക്ക് റോഡില്ല, അവർക്ക് റെയിൽവേ സ്റ്റേഷൻ ഇല്ല, അവർക്ക് എയർപോർട്ടുകൾ നല്ലതില്ല, ഒന്നും തന്നെ അവർക്കില്ല. കഴിക്കാനുള്ള ഭക്ഷണം പോലും നല്ലതില്ല. അവരെ ഇന്ത്യ വിരുദ്ധരായി വാർത്തെടുത്ത് ആ വടക്ക് കിഴക്കൻ സംസ്ഥാനത്തെ ഇവാഞ്ചലൈസേഷൻ നടത്തി അതിനെ മുറിച്ചു കളയാനുള്ള ഒരു പദ്ധതിയാണ് കോൺഗ്രസ് നടപ്പിലാക്കിക്കൊണ്ടിരുന്നത് എന്ന് പോലും നമുക്ക് സംശയിക്കാം. അത്രയ്ക്ക് ചതിയാണ് ഈ കോൺഗ്രസ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളോട് കാണിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി അധികാരത്തിൽ ഏറ്റപ്പോൾ ഇപ്പോൾ വടക്ക് കിഴക്കൻ സംസ്ഥാനത്തിലെ ജനങ്ങൾ സന്തോഷിക്കുകയാണ്. അവർ ഞങ്ങൾ ഇന്ത്യയുടെ ഭാഗമാണെന്ന് പറയുകയാണ്. 2036 വടക്ക് കിഴക്കായിരിക്കും ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായിട്ടുള്ള പ്രദേശമെന്ന് നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു. ഇപ്പോൾ ഇതാ ട്രെയിന് വടക്ക് കിഴക്കൻ സംസ്ഥാനത്തിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഒരു കാര്യം ആലോചിച്ച് നോക്കൂ, നമ്മൾ 60 കൊല്ലം ഭരിച്ചിട്ട് നമുക്ക് കക്കൂസില്ല. ജവഹർലാൽ നെഹ്റു നമുക്ക് കക്കൂസ് കെട്ടിത്തന്നിട്ടില്ല. നരേന്ദ്രമോദി വന്നപ്പോൾ അദ്ദേഹം കക്കൂസ് കെട്ടിത്തന്നു. അങ്ങനെ കക്കൂസ് കെട്ടിത്തന്നപ്പോൾ ഇവരെന്താണ് പ്രധാനമായിട്ടും പറഞ്ഞത്? നരേന്ദ്രമോദി കക്കൂസ് കെട്ടിക്കൊടുക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വളരെ നീചമായി ആക്രമിച്ചു. അതേസമയം എന്തുകൊണ്ട് നെഹ്റു ഞങ്ങൾക്കത് കെട്ടിത്തന്നില്ല എന്ന് ആരും ചോദിച്ചില്ല. ഇപ്പോഴിതാ ട്രെയിൻ വന്നിരിക്കുകയാണ് മിസോറാമിൽ ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ഇനി ഇന്ത്യയുടെ ഭൂപടത്തിൽ ഈ റെയിൽവേ സ്റ്റേഷനും ഉണ്ടായിരിക്കുമെന്നാണ്. അത് വലിയൊരു ചരിത്ര സംഭവമാണ്. പ്രധാനമന്ത്രി മിസോറാമിലെ പ്രതിപക്ഷ പാർട്ടികളെ ലക്ഷ്യം വെച്ചാണ് ഇത് പറഞ്ഞത്. നമ്മുടെ രാജ്യത്തെ ചില രാഷ്ട്രീയ പാർട്ടികൾ വളരെ കാലമായി വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. കൂടുതൽ വോട്ടുകളും സീറ്റുകളുമുള്ള സ്ഥലങ്ങളിലായിരുന്നു അവരുടെ ശ്രദ്ധ. എന്നാൽ നമ്മുടെ സമീപനം വളരെ വ്യത്യസ്തമാണ്. മുമ്പ് അവഗണിക്കപ്പെട്ടവർ ഇപ്പോൾ മുൻപന്തിയിലാണ്. ഒരിക്കൽ അരികുവൽക്കരിക്കപ്പെട്ടവർ ഇപ്പോൾ മുഖ്യധാരയിലുണ്ട്. ഗോത്ര വിഭാഗങ്ങളെ ഉദ്ദേശിച്ചാണ് പ്രധാനമന്ത്രി ഇത് പറഞ്ഞിരിക്കുന്നത്. മിസോറാമിൽ 9,000 കോടിയിലധികം രൂപയുടെ നിരവധി വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി മോദി നിർവഹിച്ചു. മിസോറാമിന്റെ ആദ്യ റെയിൽവേ പാതയും അദ്ദേഹം ശനിയാഴ്ച ഉദ്ഘാടനം ചെയ്തു. മിസോറാമിന്റെ തലസ്ഥാനത്തെ ആദ്യമായി ഇന്ത്യൻ റെയിൽവേ ശൃംഖലയുമായി ബന്ധിപ്പിക്കുന്ന 870 കോടിയിലധികം രൂപ ചെലവിൽ നിർമ്മിച്ച ബൈറാബി സെറാങ് പുതിയ റെയിൽ പാത പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഐസ്വാളിനെ ഡൽഹിയുമായി ബന്ധിപ്പിക്കുന്ന സംസ്ഥാനത്തെ ആദ്യത്തെ രാജധാനി എക്സ്പ്രസ് അദ്ദേഹം ഫ്ലാഗ് ഓഫ് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്ര സംഭവമായി മാറിയിരിക്കുന്നത്. പ്രധാനമന്ത്രി ഇത് ചെയ്തുകൊണ്ട് പറഞ്ഞത്, ഞാൻ മിസോറാമിലെ ലെങ്പുയി വിമാനത്താവളത്തിലാണ്. നിർഭാഗ്യവശാൽ മോശം കാലാവസ്ഥ കാരണം ഐസ്വാളിൽ നിങ്ങളോടൊപ്പം ചേരാൻ കഴിയാത്തതിൽ ഞാൻ ഖേദിക്കുന്നു. പക്ഷേ ഈ മാധ്യമത്തിലൂടെ പോലും നിങ്ങളുടെ സ്നേഹവും വാത്സല്യവും എനിക്ക് അനുഭവിക്കാൻ കഴിയും. സ്വാതന്ത്ര്യ പ്രസ്ഥാനമായാലും രാഷ്ട്ര നിർമ്മാണമായാലും മിസോറാമിലെ ജനങ്ങൾ എപ്പോഴും സംഭാവന നൽകാൻ മുന്നോട്ട് വന്നിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. ത്യാഗവും സേവനവും ധൈര്യവും അനുകമ്പയും ഈ മൂല്യങ്ങളാണ് മിസോറാമിൻ്റെ കാതലായ മൂല്യങ്ങൾ. ഇന്ന് ഇന്ത്യയുടെ വികസന യാത്രയിൽ മിസോറാം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഇത് രാജ്യത്തിന്, പ്രത്യേകിച്ച് മിസോറാമിലെ ജനങ്ങൾക്ക് ഒരു ചരിത്ര ദിനമാണ് എന്നാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഇതൊന്നും തന്നെ കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ന്യൂസ് ഡെസ്ക്, മുസ്ലിം മലയാളം.